ഫസ്റ്റ് നമുക്ക് കീബോർഡിലെ കീസ് പരിചയപ്പെടാം. കീബോർഡ് ഇതാണ് കീബോർഡ്. നമുക്ക് ഈ ഒരു ഭാഗമാണ് നമുക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഇതാണ് ആൽഫബറ്റ്സ്. ഇതൊക്കെ ആൽഫബറ്റ്സ് ആണ്. കണ്ടില്ലേ, ഇതൊക്കെയാണ് ആൽഫബറ്റ്സ്. പിന്നെ ഇതൊക്കെയാണ് നമ്പേഴ്സ്. 1 2 3 4 5 6 7 8 9 0 വരെ നമ്പേഴ്സും ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാപ്സ് ലോക്ക്, ഇത് ഷിഫ്റ്റ്, ഇത് ബാക്ക് സ്പേസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഓരോന്നിൻ്റെയും ഉപയോഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഇതിൽ എന്താണ് ക്യാപ്സ് ലോക്ക് എന്നുള്ളത് പറഞ്ഞുതരാം. എന്താണ് ക്യാപ്സ് ലോക്ക്? അതാണ് എല്ലാവരുടെയും സംശയം. ഈ കമ്പ്യൂട്ടറിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഇതാണ് ക്യാപ്സ് ലോക്ക്. ഓക്കെ, ഇതാണ് ക്യാപ്സ് ലോക്ക്. ഇതാണ് ബാക്ക് സ്പേസ്. ഇതാണ് ക്യാപ്സ് ലോക്ക്. മറന്നു വരുത്, ക്യാപ്സ് ലോക്ക്. ഇതാണ് ക്യാപ്സ് ലോക്ക്. ഇത് ബാക്ക് സ്പേസ് ആണ്. ഇത് നമ്പേഴ്സാണ്. 1 2 3 4 5 6 വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ക്യാപ്സ് ലോക്ക് എന്താണ്? ക്യാപ്സ് ലോക്ക് നമുക്ക് ഈ ലെറ്റേഴ്സിനെയൊക്കെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററായിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനെ ഈ സ്മോൾ ലെറ്റർ എ, ഇതിപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും നമുക്ക് ഇത് എന്താ പറയുക, ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് സ്ക്രീനിൽ സ്മോൾ ലെറ്റർ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത ശേഷമാണ് ഈ എ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ സ്ക്രീനിൽ ക്യാപിറ്റൽ ലെറ്റർ വരുന്നതായിരിക്കും. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് ഡി ആണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ ഡി വരുന്നതായിരിക്കും. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് ജി ടൈപ്പ് ചെയ്താൽ ക്യാപിറ്റൽ ലെറ്റർ ഡി വരുന്നതായിരിക്കും. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് ബി ടൈപ്പ് ചെയ്താൽ ക്യാപിറ്റൽ ലെറ്റർ ബി വരുന്നതായിരിക്കും. അതല്ല, ഈ ക്യാപ്സ് ലോക്ക് നമ്മൾ ഓഫ് ചെയ്തു. ഓക്കെ, ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഇങ്ങനെ പ്രസ് ചെയ്യൽ തന്നെയാണ്. ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്ത് നമ്മൾ എസ് അടിച്ച് കഴിഞ്ഞാലും ഡി അടിച്ച് കഴിഞ്ഞാലും എഫ് അടിച്ച് കഴിഞ്ഞാലും ജി അടിച്ച് കഴിഞ്ഞാലും ഇതിലേത് ലെറ്റർ നമ്മൾ അടിച്ച് കഴിഞ്ഞാലും നമുക്ക് വരുന്നത് ആ സ്ക്രീനിൽ വരുന്നത് സ്മോൾ ലെറ്റേഴ്സ് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കീബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ മൊത്തം ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഉള്ളത്. ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഈ ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ മാത്രമാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്ക്രീനിൽ വരുള്ളൂ. ഈ ക്യാപ്സ് ലോക്ക് ഓഫ് ആണെങ്കിൽ ഈ എ അടിക്കുമ്പോൾ നമുക്ക് സ്മോൾ എ ആണ് വരിക, ഈ ബി അടിക്കുമ്പോൾ നമുക്ക് സ്മോൾ ബി ആണ് വരിക. ഓക്കെ, അപ്പോൾ ക്യാപ്സ് ലോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് അറിയാനുള്ളത് ഈ ബാക്ക് സ്പേസ് കീ എന്തിനാണെന്നാണ്. ഈ ബാക്ക് സ്പേസ് നമ്മളിങ്ങനെ ഹെല്ലോ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യുമ്പോൾ HELLU ടൈപ്പ് ചെയ്തു പോയി എന്ന് വിചാരിക്കുക. യു ടൈപ്പ് ചെയ്തു പോയാൽ ആ യു നമുക്ക് മാറ്റണം, കാരണം അവിടെ നമുക്ക് വേണ്ടത് ഒ ആണ്. അപ്പോൾ യു മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബാക്ക് സ്പേസ് ഉപയോഗിച്ചാൽ ആ യു പോയി ഒ ആയിട്ട് വരുന്നു. ഒ ടൈപ്പ് ചെയ്താൽ അവിടെ ഒ വരുന്നതായിരിക്കും. ഈ ഒരു ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് സ്പേസ് ബാറാണ്. ഇതങ്ങനെ ഇപ്പോൾ നമുക്ക് എക്സാമിന് ആവശ്യമായിട്ട് വരുന്നില്ല ഈ സ്പേസ് ബാർ. ഈ ക്യാപ്സ് ലോക്കും ബാക്ക് സ്പേസും ഈ ലെറ്റേഴ്സും ഈ നമ്പേഴ്സും മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതിൽ ഇതാണ് നമ്പേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 0 വരെ ഉണ്ട്. ഈ 0ൽ നിങ്ങൾക്ക് 10 ആക്കണമെങ്കിൽ 1 + 0 1 0 ടൈപ്പ് ചെയ്താൽ നമുക്ക് 1ഉം 0ഉം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 10 ആവും. പിന്നെ അങ്ങനെ 1 to 9 കൊണ്ട് നമുക്ക് എല്ലാ നമ്പേഴ്സും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തോളുക. ഇതാണ് ലെറ്റേഴ്സ് നമ്മുടെ ഫോണ് കീബോർഡിലുള്ള പോലെ തന്നെയാണ് ഇതിലുണ്ടാവുക. ആൽഫബറ്റ്സ് ലെറ്റേഴ്സാണ് നമുക്ക് ഈ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുക. പക്ഷേങ്കിൽ ഈ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്താൽ മാത്രമേ ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമുക്ക് സ്ക്രീനിൽ ഇടാൻ പറ്റുള്ളൂ. ഈ ക്യാപ്സ് ലോക്ക് ഓഫ് ആണെങ്കിൽ ഈ എ അടിക്കുമ്പോൾ സ്മോൾ എ ആണ് വരിക. അത് മാത്രം നിങ്ങൾ നന്നായിട്ട് മനസ്സിലോർത്ത് വെക്കുക. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എ, ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ജി, ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ മാറി സ്മോൾ ലെറ്റർ ജി ആയിട്ട് മാറും. അതുപോലെ ബാക്ക് സ്പേസ് കീ ഒരു ലെറ്ററിനെ
മാറ്റാൻ വേണ്ടിയിട്ട് ബാക്ക് സ്പേസ് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണാം. അപ്പോൾ നമ്പേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, ഇതിൽ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഈ എൽ, ഈ ഒരു ഐ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടി സാധ്യതയുണ്ട്. ഓക്കെ, എല്ല് സ്മോളിലേക്ക് വരുമ്പോൾ എല്ല് മാറും, ഐ ആണെന്ന് തോന്നുന്ന വിധം നമ്മളെ കൺഫ്യൂഷനാവും. പിന്നെ ഈ സീറോയും ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സീറോയും ഓയും കൂടെ മാറിയിട്ട് ക്യാപ്ച തെറ്റാൻ വേണ്ടി സാധ്യതയുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്യാപിറ്റൽ ലെറ്റർ അടിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുക, ലെറ്റേഴ്സ് അടിക്കുക. ലെറ്റേഴ്സ് എന്താണോ നിങ്ങൾക്ക് അടിക്കാനുള്ളത് അത് അടിക്കുക. ലെറ്റേഴ്സ് അടിച്ച ശേഷം ബ്രേക്ക് യൂസ്, ലെറ്റേഴ്സ് അടിച്ച് സ്പേസ് ബാറാണ് കേട്ടോ, ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം. ലെറ്റേഴ്സ് അടിച്ച് ഇനി ക്യാപ് ലോക്ക് ഓൺ ഓഫ് ആണോ എന്നറിയാൻ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. സ്ക്രീനിൽ ക്യാപിറ്റലാണ് വരുന്നതെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആണ്, സ്മോൾ ലെറ്ററാണ് വരുന്നതെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓഫ് ആണെന്നും മനസ്സിലാക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരും. ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ലെറ്റേഴ്സ് വരും. ഒക്കെ അടിക്കുമ്പോൾ സ്മോൾ ലെറ്റേഴ്സ് വരും. ടൈപ്പ് ചെയ്യുമ്പോൾ ഇനി ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി ഏതെങ്കിലും ലെറ്റർ അടിച്ച് നോക്കിയാൽ ക്യാപ്സ് ലോക്ക് ഓണോ ഓഫ് ആണോ എന്നറിയാൻ ഈ ക്യാപ്സ് ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഏതെങ്കിലും ലെറ്റർ അടിച്ച് നോക്കിയാൽ സ്ക്രീനിൽ ക്യാപിറ്റലാണോ സ്മോൾ ആണോ വരുന്നത് എന്നറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്നറിയാൻ പറ്റുന്നത്. പിന്നെ ഈ ഷിഫ്റ്റ് അടിച്ചിട്ടും ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഷിഫ്റ്റ് അടിച്ചിട്ടും നമുക്ക് പിന്നെ സ്മോൾ ലെറ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എച്ച് ആണ് വേണ്ടതെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് എച്ച് ഇങ്ങനെ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഷിഫ്റ്റ് ഉണ്ട്. ഷിഫ്റ്റ് പ്ലസ് എക്സ് ആണെങ്കിൽ എക്സ് അടിച്ചു കൊടുക്കുക. ഷിഫ്റ്റ് പ്ലസ് എ, ഷിഫ്റ്റ് പ്ലസ് ഇ, ഷിഫ്റ്റ് പ്ലസ് എസ്. ഷിഫ്റ്റിനെ പറ്റി ഞാൻ അത്ര ഇതായിട്ട് പറയുന്നില്ല. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ക്യാപ്സ് ലോക്ക് തന്നെയായിരിക്കും ഈസി. കാരണം ഷിഫ്റ്റ് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ശരിയായ കറക്റ്റായ രീതിയിൽ പൊസിഷനിൽ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ക്യാപ്സ് ലോക്കിനെ കുറിച്ച് അറിയേണ്ടവർ മാക്സിമം ക്യാപ്സ് ലോക്ക് തന്നെ മനസ്സിലാക്കുക. നമുക്ക് എങ്ങനെയാണ് ക്യാപ്ചകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്യാപ്ചകൾ സ്മോൾ ലെറ്റേഴ്സ് മാത്രമായിട്ട് വരും, ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമായിട്ടുണ്ടാവും, പിന്നെ ചിലത് നമ്പേഴ്സ് മാത്രമായിട്ടുണ്ടാവും, ചിലത് സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും നമ്പേഴ്സും മിക്സ്ഡ് ആയിട്ട് ഉള്ളതും ഉണ്ടാവും. ഇത് നാലും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമായിട്ടുള്ളത് നമുക്ക് ഈസിയാണ്. എന്താ ചെയ്യേണ്ടത്? ഈ ക്യാപ്സ് ലോക്ക് ഒന്നവിടെ ഓൺ ചെയ്യുക. ഓഫിലാണുള്ളതെങ്കിൽ ഓൺ ചെയ്യുക, ഓണിലാണുള്ളതെങ്കിൽ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാപിറ്റൽ ലെറ്റർ ആർ, സെഡ്, ഡബ്ല്യു, ടി, 3 എന്ന ഒരു ക്യാപ്ചയാണ് വന്നതെന്ന് വിചാരിക്കുക. അത് മൊത്തം എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് ആർ, സെഡ്, ഡബ്ല്യു, ടി, 3 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ തന്നെ സ്മോൾ ലെറ്റേഴ്സാണ് വന്നതെങ്കിൽ, ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞു, സ്മോൾ ലെറ്ററാണ് വന്നതെങ്കിൽ ഒന്നും ചെയ്യണ്ട. ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യാം. ഓക്കെ, എന്നിട്ടോ ഇപ്പോൾ ഈ ഒരു RNFM4 എന്നുള്ള ക്യാപ്ചയാണ് തന്നതെന്ന് വിചാരിക്കുക. അത് മൊത്തം സ്മോൾ ലെറ്ററാണ്. അതെങ്ങനെ അടിക്കുക? RNFM4 അടിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമ്പേഴ്സ് ഓൺലി ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, നമ്പർ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ 1 3 4 6 8 ആണെങ്കിൽ 1 3 4 6 8. അതല്ല
1 2 3 4 5 ആണെങ്കിൽ 1 2 3 4 5 ഇത്രയേ ഉള്ളൂ. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, നമ്പേഴ്സ്. ഇനിയാണ് മെയിനായിട്ടുള്ള ആളുടെ രംഗപ്രവേശനം. മെയിനായിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ക്യാപിറ്റലും സ്മോളും നമ്പേഴ്സും മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപ്സ് ലോക്ക് എന്താണെന്ന് പഠിച്ചു, ബാക്ക് സ്പേസും എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ക്യാപ്സ് ലോക്ക്, ബാക്ക് സ്പേസ്. ക്യാപ്സ് ലോക്ക് നമ്മൾ ഏതൊരു ലെറ്റർ അടിക്കുമ്പോഴും ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അടിക്കുക. ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ വരും, ക്യാപ്സ് ലോക്ക് ഓഫ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ വരും. ഓക്കെ, ഇനി ക്യാപിറ്റൽ ലെറ്റർ അടിക്കുമ്പോൾ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുക, സ്മോൾ ലെറ്റർ അടിക്കുമ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യുക. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ ആ ഒരു മിക്സ്ഡ് ക്യാപ്ച ഞാൻ പറഞ്ഞല്ലോ, സ്മോളും ക്യാപിറ്റലും നമ്പേഴ്സും വരുന്ന മിക്സ്ഡ് ക്യാപ്ചയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്യാപ്ച തന്നിട്ടുണ്ട്. സ്മോൾ ലെറ്റർ N, ക്യാപിറ്റൽ ലെറ്റർ R, പിന്നെ ഒരു നമ്പർ 6, പിന്നെ ക്യാപിറ്റൽ T, പിന്നെ ക്യാപിറ്റൽ U, പിന്നെ ഒരു 3. ഓക്കെ, ഇതിലിപ്പോൾ N എന്താണ്? സ്മോൾ ലെറ്റർ ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ടൈപ്പ് ചെയ്യേണ്ട ലെറ്റർ N ആണ്. ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കുക. ചില കമ്പ്യൂട്ടറുകളിലൊക്കെ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും ക്യാപ്സ് ലോക്ക് ഓൺ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇല്ലാത്തത് നമ്മൾ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം ക്യാപ്സ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക, ഏതെങ്കിലും ഒരു ലെറ്റർ അടിച്ച് നോക്കുക. അപ്പോൾ സ്ക്രീനിൽ ഏതാണോ ക്യാപിറ്റലോ സ്മോളോ എന്തെങ്കിലും വരുമല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്ന്. ഓക്കെ, ഇപ്പോൾ ഈ ക്യാപ്സ് ലോക്ക് ഇപ്പോൾ ഇങ്ങനെ ക്യാപ്സ് ലോക്ക് ഇട്ടു. ഇപ്പോൾ ഇനി സ്ക്രീന് മൊത്തം എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ ഈ N അടിക്കാൻ വേണ്ടിയിട്ട്, സ്മോൾ N അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യുന്നു, സ്മോൾ N അടിക്കുന്നു. സ്മോൾ ലെറ്റർ വന്നോ? സ്മോൾ ലെറ്റർ വന്നു. ഇനി സ്മോൾ ലെറ്റർ N അടിക്കുമ്പോൾ നമ്മൾ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ക്യാപിറ്റൽ ലെറ്റർ R അടിക്കാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് ക്യാപിറ്റൽ ലെറ്റർ R അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് 6 ആണ്. 6 അടിച്ചു കൊടുക്കുക. TU3. ഒരു സ്മോൾ ലെറ്റർ മാത്രമല്ലേ ഇതിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് മാത്രമേ നമുക്ക് ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ. പിന്നെ ക്യാപ്സ് ലോക്ക് ഇട്ടിട്ടാണ് മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഉദാഹരണത്തിന് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഒരു ക്യാപ്ച തരുന്നുണ്ട്. സ്മോൾ ലെറ്റർ T, 3, സ്മോൾ ലെറ്റർ Q, സ്മോൾ ലെറ്റർ R, ക്യാപിറ്റൽ ലെറ്റർ F, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ D. ഇങ്ങനൊരു ക്യാപ്ച തന്നിരിക്കുക. ഓക്കെ, ഇങ്ങനൊരു ക്യാപ്ച തന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ലെറ്റർ, ക്യാപ്ചയിലെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആണ്, T ആണല്ലേ. ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇപ്പം ക്യാപ്സ് ലോക്ക് ഓൺ ആണെന്ന് ഇരിക്കുക. ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യുക, ചെക്ക് ചെയ്ത ശേഷം T അടിക്കുക. T അടിക്കുമ്പോൾ സ്ക്രീനിൽ സ്മോൾ ലെറ്റർ T വന്നു. നെക്സ്റ്റ് 3 ആണ്, 3 അടിച്ചു. നെക്സ്റ്റ് Q ആണ്. Q നമ്മൾ T അടിക്കുമ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്തിട്ടാണുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് Q അടിക്കാം, Rഉം അടിക്കാം. ഇനിയാണ് ക്യാപിറ്റൽ F വരുന്നത്. ക്യാപിറ്റൽ F അടിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യണം, FD. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റലും സ്മോളും മിക്സ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റർ അടിക്കുമ്പോൾ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുക, സ്മോൾ ലെറ്റർ അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്യുക. പിന്നെയും ക്യാപിറ്റൽ ലെറ്റർ ഓൺ ചെയ്യുക, സ്മോൾ അടിക്കുമ്പോൾ ഓഫ് ചെയ്യുക. അങ്ങനെ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്യാപിറ്റൽ ലെറ്റർ ക്യാപ്ച ടൈപ്പ് ചെയ്യാൻ പഠിച്ചു, സ്മോൾ ലെറ്റർ ക്യാപ്ച ടൈപ്പ് ചെയ്യാൻ പഠിച്ചു, നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാൻ പഠിച്ചു, മിക്സ്ഡ് ക്യാപ്ച ടൈപ്പ് ചെയ്യാൻ പഠിച്ചു, ക്യാപ്സ് ലോക്ക് എന്താണെന്ന് പഠിച്ചു, ബാക്ക് സ്പേസ് എന്താണെന്ന് പഠിച്ചു, ക്യാപ്സ് ലോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പഠിച്ചു, ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തിട്ട് ആണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അടിക്കുക എന്നുള്ളത് പഠിച്ചു, ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്തിട്ടാണ് സ്മോൾ ലെറ്റേഴ്സ് അടിക്കുക എന്നുള്ളത് പഠിച്ചു, നമ്പേഴ്സിനെ പറ്റി പഠിച്ചു. ഇതിലെ നമ്പേഴ്സിലെയും ലെറ്റേഴ്സിലെയും വ്യത്യാസങ്ങളെ പറ്റിയിട്ടും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക്
ഈ ബാക്ക് സ്പേസ് എങ്ങനെയാണ് യൂസ് ആവുക നോക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഫാമിലി എന്നടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫാമിലി അടിക്കുമ്പോൾ ഫാമിലി അടിക്കുമ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഫാമിലി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് വൈക്ക് പകരം ഞാൻ ടി ആയിപ്പോയി ടൈപ്പ് ചെയ്തത്. അപ്പോൾ എന്തായി, ഫാമിൽഡ് എന്നാണ് വായിക്കുന്നത്. എനിക്ക് ടി മാറ്റിയിട്ട് ഇവിടെ വൈ ടി അവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് വൈ അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ടി മാറ്റിയിട്ട് വൈ അവിടെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ മൊത്തം ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത ഈ ഫാമിലി മൊത്തം ഞാനത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൊത്തത്തിൽ ഞാനത് മായ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ടൈമാണ് പോകുന്നത്. എനിക്ക് ആവശ്യമുള്ളത് ഈ ടി മാത്രമാണ് മാറ്റാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ടിയുടെ ഇപ്പുറത്ത് കേഴ്സർ വെച്ച് നമുക്ക് ഈ ബാക്ക് സ്പേസ് അടിച്ചു കൊടുത്താൽ, ഈ ബാക്ക് സ്പേസ് ഒന്ന് അടിച്ചു കൊടുത്താൽ ആ ടി മാറും. നമുക്ക് ആ സ്ഥാനത്ത് വൈ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ക്യാപ്ച അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്യാപ്ച തെറ്റിപ്പോയാൽ, ക്യാപ്ച ഇപ്പോൾ നമുക്ക് തന്ന ക്യാപ്ചയിൽ എന്തെങ്കിലും തെറ്റിപ്പോയാൽ, ഇപ്പം FAS4 ആണ് തന്നതെങ്കിൽ FAS3 നിങ്ങൾ ടൈപ്പ് ചെയ്തു എന്നിരിക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് സ്പേസ് അടിച്ചത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് മൊത്തത്തിൽ വേർഡ് തന്നെ മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ തെറ്റിയ ക്യാപ്ചകൾ നമുക്കവിടെ കമ്പ്യൂട്ടറിൽ സ്ക്രീനിൽ അങ്ങനെ ഒരു റെഡ് മാർക്കോട് കൂടി വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾ നല്ലോണം നോക്കിയിട്ട് മാറ്റിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിൽ 6 തെറ്റാണ്. 6 നമ്മൾ അടിച്ചു കൊടുത്തത് ക്യാപിറ്റലാണ്, അടിക്കേണ്ടത് സ്മോളാണ്. അതവിടെ തെറ്റ് കാണിച്ചിരിക്കുന്നത്. ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ടൈപ്പ് ചെയ്യാൻ ഒന്നുമില്ല, ഈസിയാണ്. നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഫോണിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് വേണ്ടി പറ്റും, ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ക്യാപ്സ് ലോക്ക് എന്താണെന്ന് പഠിച്ചു, ബാക്ക് സ്പേസ് പഠിച്ചു, നമ്പേഴ്സ് പഠിച്ചു, ആൽഫബറ്റ്സ് പഠിച്ചു, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ചു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഈ കാര്യം മാത്രം ഒന്ന് ഓർക്കുക, ഇത് ക്യാപ്സ് ലോക്കാണ്, ഇത് ബാക്ക് സ്പേസ് ആണ്, ഇത് നമ്പേഴ്സാണ്, ഇത് ആൽഫബറ്റ്സ് ആണ്. പിന്നെ ഇതിൽ ഇവിടെ കാണുന്നതൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. ഓക്കെ, ഈ ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്ററായിട്ട് നമുക്ക് സ്ക്രീനിൽ വരുള്ളൂ. ഈ ക്യാപ്സ് ലോക്ക് ഓഫായിട്ടാണുള്ളതെങ്കിൽ ഈ കാണുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സൊക്കെ നമുക്ക് സ്ക്രീനിൽ സ്മോൾ ലെറ്റേഴ്സായിട്ടാണ് കാണുക. ഓക്കെ, ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ മാത്രം നമുക്കിതൊക്കെ ക്യാപിറ്റൽ ലെറ്ററായിട്ട് കാണാൻ വേണ്ടി പറ്റും. ക്യാപ്സ് ലോക്ക് ഓഫായാൽ നമുക്കിതൊക്കെ സ്മോൾ ലെറ്ററായിട്ട് കാണാൻ വേണ്ടി പറ്റും. ക്യാപ്സ് ലോക്ക് യൂസ് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിനെ ക്യാപിറ്റലാക്കാനും ക്യാപിറ്റലിനെ സ്മോൾ ആക്കാനും വേണ്ടിയിട്ടാണ് ക്യാപ്സ് ലോക്ക് യൂസ് ചെയ്യുന്നത്. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ലെറ്റേഴ്സ് ക്യാപിറ്റലാവും. ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്മോളിലേക്ക് വരും. ഇത് ബാക്ക് സ്പേസ്, എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ നമുക്ക് ബാക്ക് സ്പേസ് അടിക്കാം. ഇതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങളിപ്പോൾ ഈ ക്യാപ്സ് ലോക്ക് ശ്രദ്ധിക്കുന്നേ ഇല്ല എന്ന് വിചാരിക്കുക. ഈ സ്ക്രീനിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അടിക്കുമ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സിലെ സ്ക്രീനിൽ വരാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അഥവാ ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല, ഈ ക്യാപ്സ് ലോക്ക് ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ ലെറ്റേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഈ F അടിക്കുമ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫിലാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ വരുന്നത് സ്മോൾ ലെറ്റേഴ്സ് മാത്രമായിരിക്കും. ഓക്കെ, ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ മാത്രമേ ഇവിടെയുള്ള ഈ ലെറ്റേഴ്സ് ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.